ഞങ്ങളെ ഇത് ചളി പോറായടാ. നിന്നെ ഇന്ന് ഞാൻ പോലീസ് നിന്നെ കൊന്ന ഒരുത്തരം ചോദിക്കത്തില്ല. സർ, നിസാറിനോട് മതിയാക്കാൻ പറ. അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാനായിരിക്കും തൂങ്ങുന്നത്. സർ, മെഡിക്കൽ എടുത്ത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ നോക്ക്. തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. പിന്നെന്തിനാണോ രക്ഷപ്പെടാൻ ശ്രമിച്ചത്? മാഷ് അകത്തുണ്ടോ? അകത്തുണ്ട്. അപ്പം നോക്കിക്കോ. മാഷേ, ജോജി വീണ്ടും പോലീസ് പിടിച്ചു. മര്യാദക്ക് അടങ്ങി കിടന്നോണം. ശരി, താങ്ക് യു. മമ്മി എത്തിയിട്ട് ഒത്തിരി നേരമായോ? ഇപ്പം എത്തിയുള്ളൂ. നിസാർ മാഡം, എന്തായി? അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കിടക്കേണ്ടി വരും. അവനെ സൂക്ഷിക്കണം. സർവൈലൻസ് ഡ്യൂട്ടിക്ക് ആളെ ഇട്ടിട്ടുണ്ട് മാഡം. സെക്യൂരിറ്റി സ്ട്രോങ് ആയിരിക്കണം. യെസ് മാഡം. പോവാം. നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചാലോ? ആ കടയിൽ കയറിയും ചോദിക്കുകയും ചെയ്യാം. കുടിക്കാനൊരു രൂപ വെള്ളം തരും. തണുക്കാത്തത് മതിയോ? ആ, അതെ, ഈ ബാബുക്കലിൻ്റെ വീട് ഇതാ ബാഗിൻ്റെ പുറത്ത്, അവിടെ 3ാമത്തെ വീട്. ആ, ജോജിയുടെ ഫാദർ അല്ലേ? അതെ. ജോജി അറിയോ? അറിയാം, ഞാൻ അറിയായിരുന്നു ജോജിയുടെ കേസൊക്കെ. നിങ്ങളെന്താ ഇവിടെ? ജോജിയുടെ കേസിൻ്റെ ആവശ്യത്തിനൊരു വക്കീലിനെ കാണാൻ വന്നതാ. എന്നിട്ട് കണ്ടോ? ഇല്ല. ബാബുക്കലിനെ കാണാനാ? മോൾക്ക് പരിചയമുണ്ടോ? അറിയാം, പക്ഷെ അതിലും നല്ലത് അഡ്വക്കേറ്റ് ബോബനാ. അദ്ദേഹം ഏറ്റെടുത്ത ഒരു കേസ് ഇന്നേ വരെ തോറ്റിട്ടില്ല. എന്നാ മോൾ ആ വക്കീലിനോടൊന്ന് സംസാരിക്കാമോ? ഷുവർ. രാവിലെ മുതലേ ഞാൻ വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല. മാത്തക്കുട്ടി എന്ത്? സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. മാഷിനെയും കൂട്ടി പോയിരിക്കുക. ഇന്നലെ വക്കീലിനെ കാണണമെന്ന് പറഞ്ഞിരുന്നേ. അയ്യോ, കാലത്ത് എന്നോട് വരണമെന്ന് പറഞ്ഞിരുന്നു. ആണോ? മാത്തുക്കുട്ടി വരാൻ താമസിക്കും. എന്നാ ചേച്ചി പോയി ഒരുങ്ങിയിട്ട് വാ, നമുക്ക് വക്കീലിൻ്റെ അടുത്തേക്ക് പോവാം. ശരി. നിങ്ങൾ രണ്ടുപേരും കൂടി വക്കീലിനെ കാണാൻ കയറിക്കോ. ഞാൻ സ്റ്റേഷനിൽ പോയി മാത്തുക്കുട്ടിച്ചാനെ മാഷിനെയും കൂട്ടി വരാം. എന്നാ ചെല്ല്.
കയറി വാ. ഇരിക്ക്. സൗമ്യ വക്കീലിനെ രാവിലെ ഞങ്ങൾ വിളിച്ചിരുന്നു. സ്റ്റീഫൻ വധക്കേസിലെ അക്യൂസ്ഡ് ജോജിയുടെ പേരൻസ് അല്ലേ? അതെ, ഇത് ജോജിയുടെ അമ്മ. ഞാനിവരുടെ കുടുംബ സുഹൃത്താ. അച്ഛനെ രാവിലെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. അങ്ങോട്ട് പോയിരിക്കുക. ജോജി തന്നെയാണോ ഈ കൊലപാതകം ചെയ്തത്? എന്റെ മോൻ പാവാ സാറേ. അവനൊരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ല. അവനെ രക്ഷിക്കണം സാറേ. ജോജിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ സാറേ? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അവനൊന്നും സംഭവിക്കില്ല. ജോജിക്ക് വേണ്ടി ഞാൻ ഹാജരാകാം. ആദ്യം ഞാൻ ഈ കേസ് ഒന്ന് പഠിക്കട്ടെ. വാ. എനിക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് എന്നെ പെടുത്തിയതാ. പപ്പി, എടാ മോനെ, നീ വിഷമിക്കണ്ടടാ. ഞങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്. മോനെ, മതി മതി. സാറേ ഒരു മിനിറ്റ്. അച്ഛനെന്തിയെ വന്നില്ലേ? മോനെ ജോജി, നിന്നെ ഈ അവസ്ഥയെ കാണാൻ മാത്തുക്കുട്ടിക്ക് പറ്റില്ല. അതാവും വരാഞ്ഞ്. മതി മതി, നടക്കണോ? വീട്ടുകാരെ കിട്ടുന്ന ഓരോ ചെയ്തു വിട്ട് മാറിയേക്കണം. നടക്കേ.